Today we are going to discuss about the topic regression. Okay, in the previous classes we already discussed about what is correlation and how to calculate correlation between two variables. Okay, നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്തു, കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറിലേഷനിൽ വെച്ചിട്ട് അല്ലേ, നമ്മൾ രണ്ട് കൊറിലേഷൻ പഠിച്ചു. എന്താണ് കാൾപിയേഴ്സൺ കൊറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു, റാങ്ക് കൊറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ. റാങ്ക് കൊറിലേഷൻ കോഎഫിഷ്യന്റ് തന്നെ രണ്ട് ടൈപ്സ് ഓഫ് കൊറിലേഷൻ കോഎഫിഷ്യന്റ് വരുന്നത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് റാങ്ക് വരുന്ന കേസ് എന്താ ചെയ്യുക, അതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. സപ്പോസ് വി ആർ ഗിവൺ n pairs of values x1, y1, x2, y2, etc., xn, yn of two variables x and y. ദാറ്റ് ഈസ് x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ y1 ആണ്, അത് x2 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ആണ് y2 എന്ന് പറഞ്ഞാൽ xn കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ആണ് yn. ഓക്കെ, ഇഫ് വി ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ, ഓക്കെ ഈ ടേം ശ്രദ്ധിക്കുക, ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ. നമ്മൾ ഈ ചാപ്റ്റർ ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ കേർവ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞ ടേം പഠിച്ചാണ്. ഒരു കേർവ് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേർവ് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും, പാരാബോളിനെ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് ടൈപ്സ് ഓഫ് എക്സ്പോണൻഷ്യൽ കേർവ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കേർവ് ഫിറ്റ് ചെയ്യുന്നതിന്റെ ബേസ് എന്തായിരുന്നു? ബൈ യൂസിങ് ദി മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ എന്ത് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഇക്വേഷൻ കണ്ടുപിടിച്ച് അതിനെ ടേബിളിലേക്ക് മാറ്റിയിട്ട് ഓരോന്നും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ y = ax+b അല്ലേ, ആ ax+b ആ എയും ബിയും കണ്ടുപിടിക്കുക, ബെസ്റ്റ് കേർവ് ഫിറ്റ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ കേർവ് ഫിറ്റിങ്ങിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അല്ലേ. Method of least square use it. So, if we fit a straight line to the data by taking x as independent variable and y as dependent variable, note here x എന്താണ് ഇൻഡിപെൻഡന്റ് ആണ്, y dependent variable ആണ്. Then the straight line obtained is called regression line of y on x. നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടും വൈ ഡിപെൻഡന്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സ്ട്രേറ്റ് ലൈനിനെ വിളിക്കുന്ന പേരെന്താണ്? റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. നോട്ട് ചെയ്യുക, വൈ ഓൺ എക്സ്. ഇനി നമ്മൾ എന്താ ചെയ്യുക, എക്സ് ഡിപെൻഡന്റ് ആയിട്ട് എടുക്കുക, വൈ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന കേസ് നമ്മൾ എന്ത് വിളിക്കും? റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ആയിട്ട് മാറും. The slope of regression line is called regression coefficient of y on x. നമ്മൾ y ഡിപെൻഡന്റും എക്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ലൈനെ വിളിക്കുന്ന പേര് എന്തായിരുന്നു? റിഗ്രഷൻ ലൈൻ ഓഫ് y on x. ആ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x നമ്മൾ വിളിക്കും. സിമിലർലി ആണ് ഇഫ് വി ഫിറ്റ് എ ലൈൻ ടു ദി ഡാറ്റ ബൈ ടേക്കിംഗ് y ആസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് x ആസ് ഡിപെൻഡന്റ് വേരിയബിൾ. എക്സ് നമ്മൾ എന്തെടുക്കുക? ഡിപെൻഡന്റ് ആയിട്ട് എടുക്കുക. ദെൻ ദി സ്ട്രേറ്റ് ലൈൻ ഒബ്റ്റൈൻഡ് ഈസ് കോൾഡ് റിഗ്രഷൻ ലൈൻ ഓഫ് x on y and slope is called regression coefficient of x on y. നോട്ട് ചെയ്യുക, റിഗ്രഷൻ ലൈൻ ഓഫ് y on x ഉം x on y. അപ്പോൾ ടു ടൈപ്സ് ഓഫ് റിഗ്രഷൻ ലൈൻസ് ആണുള്ളത്, ഒന്ന് x on y ഉം ഒന്ന് y on x ഉം. y ഡിപെൻഡന്റ് ആകുമ്പോൾ y on x, x ഡിപെൻഡന്റ് ആകുമ്പോൾ x on y. ഓക്കെ, ദെൻ വരുന്ന ടോപ്പിക്കാണ് ഇക്വേഷൻ ഫോർ റിഗ്രഷൻ ലൈൻസ്. റിഗ്രഷൻ ലൈൻസിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്സ് ഓഫ് റിഗ്രഷൻ ലൈൻസ് ആണല്ലോ, ഒന്ന് എക്സ് ഓൺ വൈയും ഒന്ന് വൈ ഓൺ എക്സും. നമ്മളിവിടെ സ്ട്രേറ്റ് ലൈനിന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് y = a+bx, സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ, ബി ദി ഇക്വേഷൻ ഓഫ് ദി റിഗ്രഷൻ ലൈൻസ് ഓഫ് y on x. എന്താണ് y on x പറഞ്ഞാൽ? y ഡിപെൻഡന്റും എക്സ് ഇൻഡിപെൻഡന്റ് ആണ്. Where a and b are determined by solving the normal equations obtained by the principle of least square. ഓക്കെ, നമുക്കറിയാം y = a+bx കൊടുത്താൽ അതിന് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളുടെ ടാസ്ക് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഫിറ്റ് ഓഫ് കർവിന്റെ ബെസ്റ്റ് ഫിറ്റ് നമുക്ക് കിട്ടും. എന്ത് യൂസ് ചെയ്തിട്ട്? നോർമൽ ഇക്വേഷൻസ് ഓഫ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നോർമൽ ഇക്വേഷൻസ് എന്തൊക്കെയാണ് ഒരു സ്ട്രേറ്റ് ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്? സമ്മേഷൻ y i = n × a + b × summation xi. സെക്കൻഡ് ഇക്വേഷൻ സമ്മേഷൻ xi yi = a × summation xi + b × summation xi². അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾ കർവ് ഫിറ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യുക, ഒന്ന് റീകോൾ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഒക്കെ എന്താണെന്ന് നോക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ അതൊന്ന് റീകോൾ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സംഭവം ക്യാച്ച് ചെയ്യാൻ പറ്റും. So equation number 2 and equation number 3 are called the normal equations corresponding to the straight line y = a + bx. Then dividing equation 2 by n, then we get 1 by n into summation yi = a + b by n into summation xi. നമുക്കറിയാം സമ്മേഷൻ yi/n ആണ് എന്താണ്? The mean corresponding to y, and summation xi/n ആണ് the mean corresponding to x ആണ്. So we can write this equation as y bar ആണ് എന്താണ്? This is the mean corresponding to y, that's equal to a + b into x bar. Equation number 4 y bar and x bar എന്താണ്? x bar and y bar are the means of x and y series. So from equation number 4 we get a. How?
നമ്മൾ എന്ത് ചെയ്യുക, ഈ ബി എക്സ് ബാർ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ദെൻ വി ഗെറ്റ് എ ഈക്വൽ ടു വൈ ബാർ മൈനസ് ബി എക്സ് ബാർ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇക്വേഷൻ ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു, വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ. എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, വൈ ബാർ മൈനസ് ബി എക്സ് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമ്മളുടെ അടുത്ത ടാസ്ക് എന്തായിരിക്കും, ബി കണ്ടുപിടിക്കാനാണ്. സോ എ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും, വൈ ഈക്വൽ ടു വൈ ബാർ മൈനസ് ബി എക്സ് ബാർ പ്ലസ് ബി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ ബി ഉണ്ട് ഇവിടെയും ബി ഉണ്ട്. സോ മൈനസ് ബി നമ്മൾ പുറത്തെടുക്കുന്നു. സോ വൈ ബാർ ഈക്വൽ ടു വൈ ബാർ മൈനസ് ബി ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് വരും. സോ ഈ വൈ ബാർ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുക. സോ നമ്മൾ എന്തായാലും റീഅറേഞ്ച് ചെയ്യുക. ദെൻ വി ഗെറ്റ് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇക്വേഷൻ നമ്പർ 5 നോട്ട് ചെയ്യുക. ഈ 5 എന്താണ്, ബി ആണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാറ്. ബി കാൽക്കുലേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഇവിടുന്ന് 7 ടേം നമുക്ക് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്താൽ മതി. സോ സോൾവിംഗ് ഇക്വേഷൻ നമ്പർ 2 and 3 ഫോർ ബി ആഫ്റ്റർ എലിമിനേറ്റിംഗ് എ, ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യുക, സമ്മേഷൻ എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വി ഗെറ്റ് സമ്മേഷൻ എക്സ് ഐ സമ്മേഷൻ വൈ ഐ ഈക്വൽ ടു എൻ ഇൻറ്റു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ എന്ന സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആയിട്ട് മാറും. ദെൻ ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യുക, എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഈക്വൽ ടു എൻ ഇൻറ്റു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് എൻ ഇൻറ്റു ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. ഓക്കെ, ഇവിടെ എക്സ് ഐ സ്ക്വയർ. ഓക്കെ, ഇവിടെ നോക്കുക, ഈ രണ്ട് ഇക്വേഷൻ നോക്കുക. രണ്ട് ഇക്വേഷൻ എന്താണ്, എൻ ഇൻറ്റു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഇത് രണ്ടും മൈനസ് ചെയ്യും, രണ്ടും നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ, ഈ ടേം അങ്ങ് മൈനസ് ചെയ്ത് പോയിക്കോളും. സോ ഈ ഇക്വേഷൻ ഈ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുക. ദെൻ വി ഗെറ്റ് എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐ മൈനസ് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ഈക്വൽ ടു, ഇവിടെയും ഇവിടെ എന്താണ്, ബി കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ബി നമ്മൾ എടുക്കുക. ദെൻ വി ഗെറ്റ് എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഐ ദി ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു, ബിനോട് നിർത്തിയിട്ട് ഈ ടേമിനെ ബ്രാക്കറ്റ് ടേം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ദെൻ വി ഗെറ്റ് ബി ഈക്വൽ ടു എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐ മൈനസ് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ സമ്മേഷൻ എക്സ് ഐ ദി ഹോൾ സ്ക്വയർ. ഇതിന് എന്ത് ചെയ്യുക, ഓരോ ടേമിനെയും എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐനെയും സമ്മേഷൻ എക്സ് ഐ സമ്മേഷൻ വൈ ഐനെയും എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയറിനെയും സമ്മേഷൻ എക്സ് ഐ ദി ഹോൾ സ്ക്വയർ എല്ലാത്തിനും എന്ത് ചെയ്യാം, എൻ സ്ക്വയറിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഈ ഫസ്റ്റ് ടേമിൽ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വൈ ഐ എൻ സ്ക്വയറിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, മുകളിലത്തെ ഒരു എന്നും താഴത്തെ ഒരു എന്നും ക്യാൻസൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും, സമ്മേഷൻ എക്സ് ഐ വൈ ഐ ബൈ എൻ. സിമിലർലി നമുക്ക് എന്ത് കിട്ടും, സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ബൈ എൻ ഡിവൈഡ് ബൈ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ഐ ഹോൾ സ്ക്വയർ ബൈ എൻ സ്ക്വയർ. നമുക്കറിയാം സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്താണ്, മീൻ കറസ്പോണ്ടിങ് ടു എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് സമ്മേഷൻ എക്സ് ഐ വൈ ഐ ബൈ എൻ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ഓൾ ഡിവൈഡ് ബൈ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി സ്ക്വയർ. ന്യൂമറേറ്റർ നോക്കാം, ഇതെന്താണ്, നമ്മുടെ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. ഡിനോമിനേറ്റർ നോക്കുക, ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, കോവേരിയൻസ് ഓഫ് എക്സ് വൈക്ക് പകരം നമ്മൾ പി എക്സ് വൈ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, പി എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടി. Substituting b in equation number 5, then we get the regression equation of y on x. So that equation equal to എന്താണ്, y minus y bar equal to pxy by sigma x square into x minus x bar. Equation important ആണ്. ഇതെന്താണ്, regression line equation of y on x. y dependent ആയിട്ടും x independent ആയിട്ട് വരുന്നൊരു ലൈൻ്റെ റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ ആണ്. y മൈനസ് വൈ ബാർ ഈക്വൽ ടു പി എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. സിമിലർലി നമ്മൾ എന്തെടുക്കുക, എക്സ് ഡിപ്പെൻഡിങ് ഓൺ വൈ ആയിട്ട് എടുക്കുക. ഇത് എക്സ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ടും വൈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുക്കുക. ദെൻ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ഈസ് ഒബ്റ്റൈൻഡ് ആസ് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു പി എക്സ് വൈ ബൈ സിഗ്മ വൈ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആയിട്ട് വരും. ഓക്കെ, നോട്ട് ചെയ്യാം, ഇവിടെ വൈയിലൊക്കെ എന്തായിട്ട് മാറി, എക്സ് ആയിട്ട് മാറി. ഈ രണ്ട് ഇക്വേഷനുമാണ് കണ്ട് ടു ടൈപ്സ് ഓഫ് റിഗ്രഷൻ ലൈൻസ്. ഓക്കെ, ലെറ്റ് us denote pxy by sigma x square നമ്മൾ byx ആയിട്ട് എടുക്കുക. അതുപോലെ pxy by sigma y square നമ്മൾ bxy ആയിട്ട് എടുക്കുക. byx എടുക്കാൻ കാരണം y depending on x which is called the regression coefficient of y on x. y ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x എടുത്തു. നമുക്കറിയാം റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x ആണ് എന്താണ് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ pxy by sigma x square നമ്മൾ byx ആയിട്ടും pxy by sigma y square നമ്മൾ എന്തെടുത്തു, bxy എടുത്തു. x ഡിപെൻഡന്റ്, ദാറ്റ് ഈസ് x on y ആയതുകൊണ്ട് which is called the regression coefficient of x on y. Thus we can write byx is equal to pxy by sigma x square bxy equal to pxy by sigma y square. So we can write the regression equations of y on x as y minus y bar equal to byx into x minus x bar and the regression equation of x on y as x minus x bar equal to bxy into y minus y bar. സോ നമുക്ക് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെയും രണ്ട് റിഗ്രഷൻ ലൈൻസിന്റെയും കുറച്ച് നമുക്ക് റിമാർക്സ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം.
The slope of the regression line of y on x. Y on x ന്റെ സ്ലോപ്പ് എന്താണ്? ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു നമുക്ക് കിട്ടിയിരുന്നു? പി ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. And the slope of the regression line of x on y is the reciprocal of p y x. Okay, b y x ന്റെ reciprocal ആണ് x on y ന്റെ സ്ലോപ്പ് ആണ്. So that's equal to ഇതിനെ നേരെ തല തിരിച്ചിട്ട് that is sigma x by r into sigma y. Second point, since b y x is equal to r sigma y by sigma x and sigma x and sigma y are the positive, it follows that r has the same sign as that of b y x. സിഗ്മ എക്സും സിഗ്മ വൈയും പോസിറ്റീവ് ആണെങ്കിൽ ആർ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആർ എന്തായിരിക്കും? സെയിം സൈൻ ഓഫ് എന്തിൻ്റെ? ബി വൈ എക്സിന് സെയിം സൈൻ ആയിരിക്കും. സിൻസ് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്, ബി readily find the byx into bxy equal to r square. Since r square is greater than 0, it follows that bxy has the same sign of that of byx. Okay, r square is 0നേക്കാളും വലുതായതുകൊണ്ട് ബി വൈ എക്സിന്റെ സെയിം സൈൻ ആയിരിക്കും ബി എക്സ് വൈൻ്റെയും സൈൻ ആയിരിക്കും. ബി വൈ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ബി എക്സ് വൈ നെഗറ്റീവ് ആയിരിക്കും. ബി വൈ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സ് ബി എക്സ് വൈ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. Thus, r bxy and byx always have the same sign. നമ്മൾ പറഞ്ഞ നേരത്തെ r എന്തായിരിക്കും? ബി വൈ എക്സിന്റെ സൈൻ ആയിരിക്കും. ബി വൈ എക്സ് എന്നാണ് ബി എക്സ് വൈൻ്റെ സൈൻ നമ്മളിപ്പോൾ പറഞ്ഞു. സോ ആറും ബി എക്സ് വൈയും ബി വൈ എക്സ് എന്നാണ് സെയിം സൈൻ ഓഫ് എല്ലാം എന്തായിരിക്കും? സെയിം സൈൻ ആയിരിക്കും. Then also mod r equal to r square എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. then mod r equal to തരും റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. That is mod r is the geometric mean. gm equal to എന്താണ്? geometric mean of byx and bxy. Since mod r is less than 1, it follows that byx is greater than 1 whenever bxy is less than 1 and vice versa. Okay, bxy greater than 1 ആണെങ്കിൽ byxy എന്തായിരിക്കും? less than 1 ആയിട്ട് എടുക്കുക. Since fourth point is, since the arithmetic mean am പറഞ്ഞ അരിത്മെറ്റിക് മീൻ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ. നമ്മൾ പ്രൈമറി ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് അരിത്മെറ്റിക് മീൻ എന്താണ്? ജോമെട്രിക് മീനിനേക്കാളും വലുതായിരിക്കും. ഫോർ എനി ടു നമ്പേഴ്സ് വി ഹാവ് ബി വൈ എക്സ് പ്ലസ് ബി എക്സ് വൈ ബൈ 2 ആണ് അതിൻ്റെ അരിത്മെറ്റിക് മീൻ ആണ്. റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു എക്സ് വൈ ആണ് അതിൻ്റെ ജോമെട്രിക് മീൻ. സോ 1/2 ഇൻറ്റു ബി വൈ എക്സ് പ്ലസ് ബി എക്സ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്താണ്? മോഡ് ആറാണ്. Thus, arithmetic mean of byx and bxy is always greater than the coefficient of correlation. Coefficient of correlation നേക്കാളും വലുതാണെങ്കിൽ arithmetic mean ആണ്. മോഡ് ആർ എന്താണ്? correlation coefficient ആണ്. സോ അരിത്മെറ്റിക് മീൻ എന്താണ്? correlation coefficientനേക്കാളും വലുതാണ്. കാരണം ജോമെട്രിക് മീൻ ആണ് നമ്മുടെ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ആണ്. കാരണം ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ആണ് ആർ സ്ക്വയർ ആയതുകൊണ്ട് മോഡ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്താണ്? ബി വൈ എക്സിൻ്റെ ബി എക്സ് വൈ തമ്മിലുള്ള ജോമെട്രിക് മീൻ ആണ്. നമുക്കറിയാം ജോമെട്രിക് മീനേക്കാളും വലുതാണ് അരിത്മെറ്റിക് മീൻ. സോ അരിത്മെറ്റിക് മീൻ ഓഫ് ബി വൈ എക്സും ബി എക്സ് വൈ എന്താണ്? ആൾവേസ് ഗ്രേറ്റർ ദാൻ ദി കോറിലേഷൻ കോഎഫിഷ്യന്റ്. Okay, then fifth point, the two lines of regression always pass through the point x bar y bar. രണ്ട് റിഗ്രഷൻ ലൈൻസ് എന്താണ്? എക്സ് ബാർ വൈ ബാർ എന്ന പോയിന്റ്സിലൂടെ പാസ് ചെയ്യും. എക്സ് ബാർ എന്ന എന്താണ്? എക്സ് സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ, വൈ ബാർ എന്ന വൈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ. Then sixth point, the regression equation of y on x is need for estimating or predicting the values of y for a given values of x, and the regression equation of x on y is used for estimating or predicting x for a specified values of y. Okay, അപ്പോൾ y ഡിപ്പെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് വൈ ഓൺ എക്സ്. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ആവശ്യമുണ്ട്. ഏതൊരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് y കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഏത് ഇക്വേഷൻ ആവശ്യമുണ്ട്? റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സ് ആവശ്യമുണ്ട്. നേരെ തിരിച്ച് എക്സ് ഓൺ വൈ ആവുന്ന ഏതൊരു വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ളതാണ് എക്സ് ഓൺ വൈയുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് മൊത്തത്തിൽ ഈ ചാപ്റ്ററിന്റെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൊറിലേഷൻ ആൻഡ് റിഗ്രഷൻ. നമ്മൾ ഈ കൊറിലേഷൻ കോഎഫിഷ്യന്റ് പഠിച്ചപ്പോൾ റിഗ്രഷൻ ഇപ്പം പഠിച്ചു. ഈ കൊറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കാളെ ഒരു ടേബിളാക്കി മാറ്റിയ രണ്ട് കോളംസ് ഉണ്ട്. ഒന്നിൽ കൊറിലേഷനും മറ്റതിൽ റിഗ്രഷനായിട്ട് നമ്മൾ എടുത്തു. Okay, first point, it is the correlation is the relationship between two or more variables which vary in sympathy with other in the same or opposite direction. Second, regression case endane? It means regression means act of returning to the average value, and it is the mathematical measure showing the average relationship between two variables. Second point, correlation. It need not imply cause and effect relationship between the variables under the study. Then regression, it analyzes
clearly indicate the cause and effect relationship between the variables. Correlation, it measures the degree of relationship between the variables. Regression, it measures the nature of the relationship between the variables. Then correlation, the coefficient of correlation is the relative measure. Regression law, regression coefficient are absolute measures. Then correlation may be nonsense correlation between two variables. No sense. Okay. Then regression, there is no such things like nonsense regression. Then correlation, it is not very useful for further mathematical treatment. It is not very useful for the treatment. Okay. അതുപോലെ regression, it is widely used for further mathematical treatment. Then last point ആണ് correlation, it is immaterial whether x depends upon y or y depends upon x. Then regression is a functional relationship between the variables so that we may identify between the independent and dependent variables. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. റിഗ്രഷൻ എന്താണെന്ന് ശരിക്കും നോക്കാം. റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ റിഗ്രഷൻ ലൈൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സും എക്സ് ഓൺ വൈ, അതുപോലെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്താണ് ഒക്കെ ശരിക്കും നോക്കുക. ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ചെന്നഞ്ചേരി